അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് 4 ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി എടുക്കാനുള്ളത് 5-ാമത്തെ ചാപ്റ്ററാണ്. സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. സമൂഹത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ. ഇത് വിദേശികളായിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ വന്നിട്ട് അവരുടേതായ അന്വേഷണങ്ങളും ഇന്ത്യയെക്കുറിച്ച് അവർ കണ്ടെത്തിയിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൽ ഈ വിദേശികളായിട്ടുള്ള ആളുകൾ പ്രധാനമായിട്ടും ഇന്ത്യയുടെ ചരിത്രം എഴുതുന്നതിലൊരു പ്രധാന സ്രോതസ്സാണ് അവരുടെ വീക്ഷണങ്ങൾ. മധ്യകാലഘട്ടത്തിൽ ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചാരികളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരിൽ ചിലർ ജോലി തേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. മറ്റു ചിലർ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും, മറ്റവർ കച്ചവടക്കാർ, വ്യാപാരികൾ, പടയാളികൾ, തീർത്ഥാടകർ, പുരോഹിതന്മാർ തുടങ്ങിയവരും ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാഹസിക മനോഭാവത്തോടു കൂടി വന്നിട്ടുള്ള ആളുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ വ്യത്യസ്തമായ ആചാരങ്ങൾ, ഭാഷകൾ, വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയെ അവർ നേരിട്ടനുഭവിച്ചു. തുടർന്ന് സഞ്ചാരികൾ പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഓരോ രേഖകളായിട്ട് എഴുതപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. ചില സഞ്ചാരികൾ രാജധാനിയിലെ കാര്യങ്ങളാണ് എഴുതിയത്. മറ്റു ചിലരാവട്ടെ മതപരമായ കാര്യങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് അവർ ഊന്നൽ നൽകിക്കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ സഞ്ചാരികളുടെ കുറിപ്പുകൾ ഉള്ളടക്കത്തിലുള്ള വൈവിധ്യം, രാജധാനിയിലെ കാര്യങ്ങൾ, മതപരമായ പ്രശ്നങ്ങൾ, വാസ്തുശില്പ സ്മാരകങ്ങൾ എന്നിവയുടെ സവിശേഷതകൾ, ഇവയൊക്കെയാണ് അവരുടെ കുറിപ്പുകളിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. പിന്നെ രാജധാനിയിലെ കാര്യങ്ങൾക്കാണ് ചിലർ പ്രാധാന്യം നൽകിയത്. മറ്റു ചിലർ കലക്കും വാസ്തുശില്പ കലയിലും സ്മാരകങ്ങളിലൊക്കെ പിന്നെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിലെ പല സഞ്ചാരികളും വിദൂര ദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും സാമ്രാജ്യത്തിന് അകത്ത് മാത്രം സഞ്ചരിച്ചു കൊണ്ടാണ് അവരുടെ നിരീക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ വിദേശ സഞ്ചാരികളുടെ കുറിപ്പിൽ ഏറ്റവും ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ട്. സമൂഹ വിവരങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രധാനമായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 സഞ്ചാരികളുടെ കുറിപ്പുകളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തേതാണ് അൽ ബറൂണി, രണ്ടാമത്തെ ഇബ്നു ബത്തൂത്ത, മൂന്നാമത്തെ ഫ്രാങ്കോയിസ് ബെർണിയ എന്ന് പറയുന്ന 3 ആളുകളുടെ കുറിപ്പുകളാണ് വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകൾ എന്നതിൽ നമുക്ക് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അൽ ബറൂണി എന്നുള്ളത് 11-ാം നൂറ്റാണ്ടിലെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ട ആളാണ് അൽ ബറൂണി. ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മൊറോക്കോയിൽ നിന്ന് 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളാണ് ഇബ്നു ബത്തൂത്ത. മൂന്നാമത്തെ ആള് ഫ്രാങ്കോയിസ് ബെർണിയർ, ഫ്രഞ്ചുകാരനായ ഇദ്ദേഹം 17-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യ സന്ദർശിച്ചത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ആദ്യം എത്തിയിട്ടുള്ള ആൾ അൽ ബറൂണി. ഈ സഞ്ചാരികളെല്ലാവരും തന്നെ വ്യത്യസ്തമായ സാമൂഹ്യ സാംസ്കാരിക ചുറ്റുപാടുകളിൽ നിന്ന് വന്നവരാണ്. പ്രാദേശിക എഴുത്തുകാർ സാധാരണയായി അവഗണിച്ചിരുന്ന ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇവർ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രേഖകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് അൽ ബറൂണിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അൽ ബറൂണി ഉസ്ബെക്കിസ്ഥാനിലെ ഖാരിസം എന്ന പ്രദേശത്താണ് ജനിച്ചത്. അൽ ബറൂണി ജനിച്ചിട്ടുള്ളത്. ഖാരിസം എന്നത് ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു. അതിനാൽ അക്കാലത്ത് കിട്ടാവുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അൽ ബറൂണിക്ക് ലഭിച്ചിരുന്നു. അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു. ഒരുപാട് ഭാഷകൾ പഠിച്ചിട്ടുള്ള ആളായിരുന്നു അൽ ബറൂണി. അറബിക്, പേർഷ്യ, ഹീബ്രു, സംസ്കൃതം തുടങ്ങിയ ഭാഷകൾ അദ്ദേഹം നിപുണനായിരുന്നു. എന്നാൽ ഗ്രീക്ക് ഭാഷ അദ്ദേഹത്തിന് അത്ര തന്നെ വശമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്
അറബിക് ഭാഷ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഷയായിരുന്നു അറബിക് ഭാഷ. അദ്ദേഹം അതിൽ ഒരുപാട് ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1017 സുൽത്താൻ മുഹമ്മദ് ഗസ്നി ഖാരിസം ആക്രമിച്ചു. അൽ ബറൂണി ഉൾപ്പെടെയുള്ള അനേകം പണ്ഡിതന്മാരെയും കവികളെയും അദ്ദേഹം തടവുകാരായി പിടിക്കപ്പെടുകയും ഗസ്നയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഒരു തടവുകാരനായിട്ടാണ് അൽ ബറൂണി ഗസ്നയിലെത്തിയത്. എന്നാൽ അദ്ദേഹം ക്രമേണ ആ നഗരത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുകയും അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഗസ്നയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെ കഴിച്ചുകൂട്ടി 70-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഗസ്നിയിലായിരുന്നപ്പോൾ അൽ ബറൂണിയിൽ ഇന്ത്യയുടെ ഒരു പ്രത്യേക താല്പര്യം വളർന്നു. 8-ാം നൂറ്റാണ്ട് മുതൽ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്ന ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നിവയെപ്പോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരവസരം അദ്ദേഹത്തിന് ആ സമയത്ത് ലഭിക്കുകയുണ്ടായി. ഇതിനിടെ പഞ്ചാബ് ഗസ്നാവിഡ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി തീർത്തതുകൊണ്ട് ഈ അൽ ബറൂണിക്ക് പഞ്ചാബിലും വടക്കേ ഇന്ത്യയിലുമുള്ള ഭാഗങ്ങളിലും വ്യാപകമായിട്ട് സഞ്ചരിക്കാനും അവസരം ലഭിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ കൂടി എഴുതാനും മനസ്സിലാക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവിടുത്തെ പണ്ഡിതന്മാരുമായിട്ടും പുരോഹിതന്മാരുമായിട്ടും അദ്ദേഹം ബന്ധം സ്ഥാപിക്കുകയും അവരുമായി സൗഹൃദത്തിലാവുകയും ചെയ്തു. സംസ്കൃതം അഭ്യസിച്ചും മതദാർശനിക ഗ്രന്ഥങ്ങൾ പഠിച്ചും അദ്ദേഹം അനേകം വർഷങ്ങൾ അവരോടൊപ്പം തന്നെ കഴിച്ചുകൂട്ടി. സ്വാഭാവികമായും അൽ ബറൂണിയുടെ സഞ്ചാര കുറിപ്പുകൾ ഇന്ത്യയിൽ വെളിയിൽ പ്രസിദ്ധമായി തീർന്നു. അദ്ദേഹത്തിന് മുമ്പ് ഇന്ത്യയിലെ ഏതാനും ചിലർ മാത്രമേ അദ്ദേഹത്തിൻ്റെ സഞ്ചാരക്കുറിപ്പുകൾ വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അൽ ബറൂണിയുടെ ലക്ഷ്യങ്ങളാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. തൻ്റെ ഗ്രന്ഥം രചിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ അൽ ബറൂണി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളുമായി മതപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സഹായകം എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ കൃതികൾ ഓരോന്നായിട്ട് രചിച്ചിട്ടുള്ളത്. ഹിന്ദുക്കളുമായി സഹവസിക്കാൻ ആഗ്രഹിക്കുന്നവർ വിവരങ്ങളുടെ ഒരു കലവറ എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് കിതാബുൽ ഹിന്ദ്. അൽ ബറൂണിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള എല്ലായിടത്തും പ്രത്യേകിച്ച് ഇന്ത്യയിൽ പിന്നെ വളരെയധികം പ്രയോജനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് കിതാബുൽ ഹിന്ദ്. ഹിന്ദിയെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കിതാബുൽ ഹിന്ദ് അറബിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഷ അറബിയാണ്. അനേകം വാല്യങ്ങളും 80 അധ്യായങ്ങളും ഈ പുസ്തകം ലളിതവുമായ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. മതം, തത്വചിന്ത, സാങ്കേതിക വിദ്യ, ശീലങ്ങൾ, ആചാരങ്ങൾ, സാമൂഹ്യ ജീവിതം, അളവ് തൂക്കങ്ങൾ, വിഗ്രഹ പഠനം, നിയമങ്ങൾ, മാപന പഠനം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അൽ ബറൂണി തൻ്റെ ഈ പുസ്തകങ്ങൾ ഓരോ അധ്യായത്തിലും ജാമിതീയ ഘടന സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ അധ്യായവും അദ്ദേഹം ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തിൽ നിന്നാണ്. ആ ചോദ്യം ചോദിച്ചതിന് ശേഷം അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം മുഴുവനായിട്ട് പറയുന്നുണ്ട്. ഈ ജാമിതീയ ഘടന, ഇതിൻ്റെ കൃത്യത, പ്രവചനാത്മകത എന്നിവ കൊണ്ട് വളരെ ശ്രദ്ധേയമാണെന്ന് ചില സമകാലിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നെ ഹിന്ദു എന്ന ഇന്ത്യയുടെ ആദ്യത്തെ പേര് ഹിന്ദുസ്ഥാൻ ഒക്കെ ഉണ്ട്. അത് ഇതിൽ നിന്ന് ഈ സമയത്ത് ഉണ്ടായി തീർന്നിട്ടുള്ള ഒരു പേരാണ് എന്ന് ചരിത്രകാരന്മാർ പറയപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഹിന്ദു എന്ന പദം ഉത്ഭവിച്ചത് ആ പഴയ പേർഷ്യൻ വാക്കിൽ നിന്നാണ്. ഒരു പഴയ പേർഷ്യൻ വാക്കിൽ നിന്നാണ് ഹിന്ദു എന്ന പദം ഉത്ഭവിച്ചത്. BC 6-5 നൂറ്റാണ്ടുകളിൽ സിന്ധു നദിയുടെ കിഴക്കുള്ള പ്രദേശത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദം
ഹിന്ദു എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സിന്ധു നദിയുടെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദു എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. പേർഷ്യക്കാരുടെ ഈ പദപ്രയോഗം പിന്നീട് വന്ന അറബികൾ പിന്തുടരുകയും അവർ ഈ പ്രദേശത്തെ അൽ ഹിന്ദ് എന്ന പേരിൽ വിളിക്കുകയും അവിടുത്തെ ജനങ്ങളെ ഹിന്ദി എന്ന പേരിൽ വിളിക്കപ്പെടുകയും ചെയ്തു. പിൽക്കാലത്ത് വന്ന തുർക്കികൾ സിന്ധു നദിയുടെ കിഴക്കുള്ള ഭാഗത്തുള്ള ആ ജനങ്ങളെ ഹിന്ദുവെന്നും അവരുടെ നാടിനെ ഹിന്ദുസ്ഥാൻ എന്ന പേരിലും ഈ തുർക്കികൾ പിന്നെ വിശേഷിപ്പിച്ചു തുടങ്ങി. അവരുടെ ഭാഷയെ ഹിന്ദാവി എന്നും വിശേഷിപ്പിച്ചു. അങ്ങനെയാണ് അതിൽ നിന്നാണ് പിന്നീട് ഈ ഹിന്ദുസ്ഥാൻ എന്ന ആ പേര് ഉണ്ടായത്. ഹിന്ദു, അതിൽ നിന്ന് പിന്നെ ഉൾത്തിരിഞ്ഞു വന്നതാണ് ഇന്ത്യ എന്നുള്ള നെയിം. പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത് അന്യലോകത്തെ മനസ്സിലാക്കൽ എങ്ങനെയെന്നാണ് നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത്. അപരിചിതമായ നാടുകളെ മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അൽ ബറൂണി നല്ല ബോധമുണ്ടായിരുന്നു. അപരിചിതമായിട്ടുള്ള നാടുകളെ കുറിച്ച് മനസ്സിലാക്കുന്നത് അൽ ബറൂണി പല കാര്യങ്ങളും അതിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തൻ്റെ ഗ്രഹണശേഷിയെ തടസ്സപ്പെടുത്തിയ 3 പ്രതിബന്ധങ്ങളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അന്യനാട്ടിൽ പോയിട്ട് ഉണ്ടാകുന്ന ഒരു ഗ്രന്ഥം എഴുതുന്നതിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവയെ നാടിനെ കുറിച്ച് മനസ്സിലാക്കി എഴുതുന്നതോടൊത്തുണ്ടാകുന്ന 3 പ്രതിബദ്ധതകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഭാഷയാണ് ഒന്നാമത്തെ പ്രശ്നം. ഭാഷയാണ് ഒന്നാമത്തെ പ്രതിബന്ധം എന്ന് അൽ ബറൂണി പറയുന്നുണ്ട്. ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സംസ്കൃത ഭാഷ അറബി പേർഷ്യൻ ഭാഷയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു ഭാഷയിലെ ആശയങ്ങളും സങ്കല്പങ്ങളും മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ അത്ര തന്നെ എളുപ്പമല്ല എന്നാണ് അൽ ബറൂണിയുടെ അഭിപ്രായത്തിൽ. പിന്നെ മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വ്യത്യസ്തമായിരുന്നു രണ്ടാമത്തെ പ്രതിബന്ധം. മതവിശ്വാസങ്ങളിലുള്ള ആചാരങ്ങളിലുമുള്ള വ്യത്യാസങ്ങൾ പല നാട്ടിലുള്ള രീതികൾ, പല രാജ്യങ്ങളിലുള്ള രീതികൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് ഒരു തടസ്സമാണ് എന്നാണ് അൽ ബറൂണിയുടെ അഭിപ്രായത്തിൽ. പിന്നെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം മുഴുകി മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു കഴിയുന്ന പ്രാദേശിക ജനതയുടെ അവരുടെ ആ സ്വഭാവം അത് മറ്റൊരു പ്രതിബദ്ധതയാണെന്നാണ് അൽ ബറൂണി പറയുന്നത്. വിദേശികളെ അവർ സംശയാസ്പദമായ രീതിയിലാണ് നോക്കിക്കണ്ടിരുന്നത്. അവരോട് ഒരു സ്വതന്ത്രമായിട്ട് ഇടപഴകാൻ കഴിയില്ല. അത് അൽ ബറൂണി പറയുന്നത് അതൊരു മറ്റൊരു പ്രതിബദ്ധതയാണെന്നാണ് പറയുന്നത്. അൽ ബറൂണി ഏതാണ്ട് പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത് ബ്രാഹ്മണരുടെ കൃതികളാണ്. അക്കാലത്ത് ബ്രാഹ്മണർ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള കൃതികളാണ് അൽ ബറൂണി ഗ്രന്ഥങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഉപയോഗപ്പെട്ടിരുന്നത്. വേദങ്ങൾ, പുരാണങ്ങൾ, ഭഗവത്ഗീത, പതഞ്ജലിയുടെ കൃതികൾ, മനുസ്മൃതി തുടങ്ങിയ കൃതികളിൽ നിന്ന് വാക്യങ്ങൾ അദ്ദേഹം കടമെടുത്തിട്ടൊക്കെ അത് നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെയാണ് കൃതികൾ എഴുതിയിരുന്നത്. പിന്നെ അൽ ബറൂണിയുടെ ജാതി വ്യവസ്ഥയാണ് അൽ ബറൂണിയുടെ അടുത്ത് പറയാനുള്ളത്. മറ്റ് സമൂഹങ്ങളിലെ ജാതി വ്യവസ്ഥയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് അൽ ബറൂണി ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നത്. പുരാതന പേർഷ്യയിലും അക്കാലത്ത് അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. അദ്ദേഹം അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവ ഏതെല്ലാമാണെന്നൊക്കെ. നൈറ്റുകളും രാജകുമാരന്മാരും ഒരു തട്ടിൽ, സന്യാസികൾ, അഗ്നി പുരോഹിതർ, നിയമജ്ഞർ മറ്റൊരു തട്ടിലും, പിന്നെ മൂന്നാമത്തെ തട്ടിലായിട്ട് വൈദ്യന്മാർ, ജ്യോതിശാസ്ത്രജ്ഞർ, മറ്റു ശാസ്ത്രജ്ഞന്മാർ മൂന്നാമത്തെ തട്ടിലും, നാലാമത്തെ തട്ടിലുണ്ടായിരുന്നത് കർഷകരും കരകൗശല വിദഗ്ധരുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്ന ആ ജാതി വ്യവസ്ഥയാണ് അദ്ദേഹം പറയുന്നത്. ജാതി വ്യവസ്ഥ എല്ലായിടത്തും ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. പിന്നെ പേർഷ്യയിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ചാണ്. അതുപോലെയാണ് ഇവിടുത്തെ ജാതി വ്യവസ്ഥ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്
അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ തട്ടിലുണ്ടായിരുന്നത് നൈറ്റുകളും രാജകുമാരന്മാരും, അതായത് ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്നവരായിട്ടുള്ളവരാണ് ഈ നൈറ്റ്സ് ആൻഡ് പ്രിൻസസ്. പിന്നെ സന്യാസികളും അഗ്നിപുരോഹിതന്മാരും രണ്ടാമത്തെ തട്ടിലും, നിയമജ്ഞരും രണ്ടാമത്തെ തട്ടിൽ. പിന്നെ ഉണ്ടായിരുന്നത് വൈദ്യന്മാർ, ജ്യോതിശാസ്ത്രജ്ഞർ, പിന്നെ മറ്റു ശാസ്ത്രജ്ഞന്മാരും. പിന്നെ നാലാമത്തെ തട്ടിൽ, ഏറ്റവും അടിത്ത തട്ടിലായിരുന്നു കർഷകന്മാരും കരകൗശല വിദഗ്ധരും ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയപ്പെടുന്നുണ്ട്. പുരാതന പേർഷ്യയിലെ സാമൂഹ്യ വിഭാഗങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാമൂഹ്യ വിഭജനങ്ങൾ ഇന്ത്യയിലെ മാത്രം സവിശേഷതയല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പിന്നെ വേറൊരു പ്രത്യേകത അദ്ദേഹം പറയുന്നത്, ഇസ്ലാം മതത്തിനകത്ത് മാത്രമാണ് ഈ ജാതി വ്യവസ്ഥ നിലനിൽക്കാത്തത്. ജാതി വ്യവസ്ഥ എന്നുള്ളത് ഇസ്ലാം മതത്തിൽ മാത്രം കാണുന്നില്ല. അതൊരു പ്രത്യേകതയാണ് ഇസ്ലാമത്തിനകത്തുനിന്ന്. എല്ലാ ജനങ്ങളെയും തുല്യരായിട്ടാണ് ഇസ്ലാം മതത്തിൽ കാണപ്പെടുന്നത്. ഈ ഒരു മതത്തിൽ ജാതി വ്യവസ്ഥ എന്നുള്ളത് ഒന്നും ഇല്ല. പിന്നെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ബ്രാഹ്മണരുടെ വർണ്ണന അൽ ബറൂണി സ്വീകരിച്ചു. എന്നാൽ അശുദ്ധി അത് അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. അശുദ്ധമായിട്ട് തന്നെ ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത്. ഉദാഹരണത്തിന് സൂര്യൻ വായുവിനെ ശുദ്ധമാക്കുന്നുണ്ട്, കടലിനെ ഉപ്പ് വെള്ളത്തിൽ മലിനീകരണത്തെ തടയുന്നു. പ്രകൃതിദത്തമായ ഈ ക്രമീകരണമില്ലെങ്കിൽ ഭൂമിയിലെ ജീവിതം അസാധ്യമാകുമെന്നാണ് അൽ ബറൂണി വിശ്വസിച്ചു. അതിനാൽ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനമായ തൊട്ടുകൂടായ്മ അഥവാ ഈ സാമൂഹ്യ അശുദ്ധി പ്രകൃതി നിയമങ്ങൾക്കെതിരെയാണെന്നാണ് അദ്ദേഹം വാദിച്ചിരുന്നത്. ജാതി വ്യവസ്ഥയെക്കുറിച്ച് അൽ ബറൂണിയുടെ വിശദീകരണത്തെ സംസ്കൃത ഗ്രന്ഥങ്ങളുടെ പഠനം അതിൽ ആഴത്തിൽ സ്വാധീനിക്കുകയുണ്ടായിട്ടുണ്ട്. ജാതി വ്യവസ്ഥ അദ്ദേഹം തീർത്തും അതിനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചാതുർവർണ്ണ സമ്പ്രദായമാണ് അടുത്ത് പറയുന്നത്. ചാതുർവർണ്ണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചാതുർവർണ്ണ സമ്പ്രദായം എന്ന് പറയുന്നത്, ചാതുർവർണ്ണത്തിൽ ബ്രാഹ്മണനാണ് ഏറ്റവും മുൻപന്തിയിലിരിക്കുന്നത്. അതായത് മഹാവിഷ്ണുവിൻ്റെ നെറ്റിയിൽ നിന്നുണ്ടായിട്ടുള്ളവരാണ് ബ്രാഹ്മണർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിന്ദു മതവിശ്വാസപ്രകാരം പിന്നെ ഈ അവരുടെ ആംസ് അഥവാ കൈകളിൽ നിന്നുണ്ടായിട്ടുള്ളവരാണ് ക്ഷത്രിയന്മാർ. മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള ആളുകൾ തുടയിൽ നിന്നുണ്ടായിട്ടുള്ളവരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. നാലാമത് ഏറ്റവും താഴെയുള്ള വിഭാഗത്തിൽപ്പെട്ടവരായിട്ടുള്ള ശൂദ്രന്മാർ പാദങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളവരാണ്, ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവസാനത്തെ രണ്ട് ജാതികളും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല. ഇവർ വ്യത്യസ്ത വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരേ നഗരത്തിലും ഗ്രാമത്തിലും ഇവർ ഒരുമിച്ച് ജീവിക്കുകയും ഒരേ ഉള്ളിലോ മറ്റു താമസ സ്ഥലങ്ങളിൽ ഒരുമിച്ച് ഇടപെടുകയും ചെയ്യുന്നു എന്ന് അൽ ബറൂണിയുടെ ഈ ജാതി സമ്പ്രദായത്തെക്കുറിച്ച് അൽ ബറൂണിയുടെ വിവരണമാണ് ഇത്. സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. അൽ ബറൂണിയുടെയൊക്കെ കൃതികൾ നോക്കിയിട്ടാണ് ചരിത്രകാരന്മാർ ഈ ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അൽ ബറൂണിയുടെ വീക്ഷണത്തിലുണ്ടായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഫസ്റ്റായിട്ട് പറഞ്ഞിരുന്നത് വിദേശികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ത്യ സന്ദർശിക്കുകയും എന്നാൽ അവരുടെ ഓരോ വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ് അവർക്കുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. ജോലി നേടുക, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക, കച്ചവടക്കാർ, വ്യാപാരികൾ, പടയാളികൾ, തീർത്ഥാടകർ ഇവരുടെ ആവശ്യപ്രകാരം വന്നതും പിന്നെ സാഹസിക മനോഭാവത്തോടു കൂടി വന്നവരായിട്ടുള്ള ആളുകളും ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ സഞ്ചാരികൾ പല രീതിയിലാണ് അവരുടെ ആ വീക്ഷണം അവർ കണ്ടിരുന്നത്. അത് സഞ്ചാരികൾ രാജധാനിയിലെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മറ്റു ചിലർ വാസ്തുശില്പകലയിലും സ്മാരകങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കുറേ എഴുതിയിട്ടുണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ മറ്റു പറയാനുള്ളത്, പല സഞ്ചാരികൾ വിദൂര ദേശങ്ങളിലേക്ക് പോയിരുന്നില്ല.
കുറേയൊക്കെ ആളുകൾ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ 3 പ്രധാനപ്പെട്ട സഞ്ചാരികളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തത് അൽ ബറൂണി, രണ്ടാമത്തത് ഇബ്നു ബത്തൂത്ത, മൂന്നാമത്തത് ഫ്രാങ്കോയിസ് ബെർണിയർ എന്ന് പറയുന്ന മൂന്നാമത്തെ ആളും ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നെ അൽ ബറൂണിയുടെ പ്രധാന അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താ വെച്ചാൽ ഖാരിസം എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. ഉസ്ബെക്കിസ്ഥാനിലെ ഖാരിസം എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. 1017 പിന്നെ മഹ്മൂദ് ഗസ്നി ഖാരിസം ആക്രമിച്ച സമയത്ത് കുറേ പണ്ഡിതന്മാരെയും അവിടെയുള്ള ആളുകളെയും തടവിലാക്കുകയും അതിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു അൽ ബറൂണി എന്നുള്ള പണ്ഡിതൻ. അദ്ദേഹത്തെ പിന്നെ ഈ ഗസ്നിയിലേക്ക് കൊണ്ടുവരികയും അവിടെ തടവറയിൽ ഇരുന്നു കൊണ്ടാണ് കുറേയൊക്കെ ചരിത്രങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നീട് ഗസ്നി എന്നുള്ള ആ പ്രദേശം അദ്ദേഹത്തിന് അതിനോട് അടുപ്പം തോന്നുകയും അവിടെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ശിഷ്ടജീവിതം അവിടെ നയിക്കുകയും പിന്നെ 70-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഗസ്നിയിലായിരുന്നപ്പോൾ അൽ ബറൂണി ഇന്ത്യയുടെ പ്രത്യേക താല്പര്യം അദ്ദേഹത്തിന് വളർന്നു വന്നു. 8-ാം നൂറ്റാണ്ട് മുതൽ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്ന ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. പിന്നെ ഇതിനിടെ പഞ്ചാബ് ഈ മുഹമ്മദ് ഗസ്നി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തോടു കൂടി പിടിച്ച് ചേർത്തപ്പോൾ ആ ഭാഗം വരെ അദ്ദേഹത്തെ വ്യാപകമായി സഞ്ചരിക്കുകയും അവിടെ ഉള്ള ആളുകളുമായിട്ടും പണ്ഡിതന്മാരുമായിട്ടൊക്കെ കൂട്ടുകൂടുകയും അവരോട് സൗഹൃദം സ്ഥാപിക്കുകയൊക്കെ അൽ ബറൂണി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മത ദാർശനിക ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അദ്ദേഹം അനേകം വർഷക്കാലം അവരോടൊപ്പം ജീവിക്കുകയും ചെയ്തു, അവരോടൊപ്പം ചെലവഴിച്ചു. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. പിന്നെ കിതാബുൽ ഹിന്ദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 80 അനേകം വാല്യങ്ങളും 80 അധ്യായങ്ങളും അടങ്ങിയിട്ടുള്ള ഈ പുസ്തകം ലളിതമായിട്ടാണ് അദ്ദേഹം എഴുതപ്പെട്ടിട്ടുള്ളത്. മതം, തത്വചിന്ത, പിന്നെ രസായനവിദ്യ, ശീലങ്ങൾ, ആചാരങ്ങൾ, സാമൂഹ്യ ജീവിതം, അളവ് തൂക്കങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ജാമിതീയ ഘടന അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹിന്ദുസ്ഥാൻ എന്ന പദം വന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് പേർഷ്യൻ വാക്കിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഹിന്ദു. പിന്നീട് വന്ന അറബികൾ അൽ ഹിന്ദ് എന്ന് വിളിച്ചു. പിന്നെ പിന്നീട് വന്നിട്ടുള്ള തുർക്കികൾ ഹിന്ദുസ്ഥാൻ എന്ന പേരും ഈ ഭാഗത്തെ വിളിക്കുകയുണ്ടായി. പിന്നെ അൽ ബറൂണിയുടെ സംസ്കൃത പഠനമാണ് പിന്നെ പറഞ്ഞത്. സംസ്കൃത പഠനത്തെ കുറിച്ച് പറഞ്ഞത് നാടുകളെ മനസ്സിലാക്കുന്നതിനുള്ള 3 പ്രതിബദ്ധതകൾ. ഒന്ന് ഭാഷ, രണ്ടാമത്തത് മതവിശ്വാസങ്ങളും ആചാരങ്ങളും അതിലുള്ള വ്യത്യാസങ്ങൾ, പിന്നെ സ്വന്തം കാര്യങ്ങൾ മാത്രം മുഴുകി മറ്റുള്ള കാര്യങ്ങളോട് അവരുടെ സ്വന്തം കാര്യം ഒറ്റക്കെട്ടായി നിൽക്കുകയും മറ്റുള്ളവരെ പുറത്തുനിന്ന് വരുന്ന ആളുകളെ അവഗണിക്കുകയും ചെയ്യുന്ന ആ രീതി, സ്വതന്ത്രമായിട്ട് ഇടപഴകാതെ നിൽക്കുന്ന അതൊക്കെ ഒരു പ്രതിബദ്ധതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ജാതി വ്യവസ്ഥയാണ് ലാസ്റ്റ് പറഞ്ഞത്. ജാതി വ്യവസ്ഥ പേർഷ്യയിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥ അതുപോലെയുള്ളൊരു ജാതി വ്യവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിന്ദുമത വിശ്വാസ പ്രകാരമുള്ള ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് 4ആക്കി തിരിച്ചിട്ടുള്ള ആ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഈ ഇതിൽ പറയാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.